ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നമ്മളുടെ റാഗി അല്ലെങ്കിൽ കൂവരക് വെച്ചുള്ളൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റാഗി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു മില്ലറ്റാണ്. ഇത് ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് മാനറിൽ എന്നും ഉപയോഗിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് സഹായിക്കും, പിന്നെ ബ്ലഡ് ഉണ്ടാകാൻ സഹായിക്കും. അതുവഴി നമ്മൾക്ക് വരുന്ന വിളർച്ച അല്ലെങ്കിൽ അനീമിയ എല്ലാം തടയാൻ സഹായിക്കും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നല്ലതുപോലെ. ഇപ്പോൾ ഇതാ റാഗി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന് പകരം കുറച്ച് വെള്ളത്തിൽ ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് നമുക്ക് റാഗി. ഇപ്പോൾ ഇതാ റാഗി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയെ കൂടെ നമുക്ക് അരിച്ചെടുക്കണം. കണ്ണിയകലം കുറഞ്ഞ അരിപ്പയെ കൂടെ അരിച്ചെടുക്കണം. ഒരു 4-5 പ്രാവശ്യം അരിച്ചെടുത്ത് അതിൻ്റെ എല്ലാ കട്ടും പോകണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു തരി ഉണ്ടല്ലോ, അത് നമ്മളുടെ വയറ്റിൽ പോവുകയാണെങ്കിൽ വയറുവേദന ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, 1 വയസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കണമെങ്കിൽ ഒരു നേർത്ത കോട്ടൻ്റെ തുണി വെച്ച് അരിച്ചെടുക്കണം. പിന്നെ ഇത് ചിലർ അരിച്ചെടുക്കാതെ കഴിക്കാം, പക്ഷെ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് എനിക്കത് പറ്റത്തില്ല, അതാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. പിന്നെ ഈ റാഗിക്ക് മുത്താറി, പൂവരക്, കോറ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പോലെയാണ് പറയുന്നത്. അപ്പോൾ ഞാനിതൊരു 4 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം കൂടി അരിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് റാഗി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും അതുമാതിരി വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മൾക്ക് ഹീമോഗ്ലോബിൻ നല്ല പോലെ ബ്ലഡ് ഉണ്ടാവും നമ്മളിത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഒരു 1/4 കപ്പ് അടുത്തുണ്ട്. ഇത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലാണ്. അപ്പം ഇതിന് നമുക്ക് റാഗി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ റാഗിയുടെ അരിച്ച് വെച്ച ആ ഒരു സത്തും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് എടുത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. റാഗി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ റാഗിയിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളിതിലേക്ക് പാലൊഴിക്കും. അപ്പോൾ ആ പാലിൽ ഞാനൊരു 2 നല്ല മധുരമുള്ള ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ 2 ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി ഡേറ്റ്സ് ഇടുക, അല്ലെങ്കിൽ തേൻ ഒഴിക്കുക. അപ്പോൾ നമ്മളുടെ റാഗിയും വെള്ളവും കൂടി ചേർത്ത മിക്സ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കുറുക്കി വരണ്ട, ജസ്റ്റ് ഒന്ന് ആ റാഗി വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേറൊരു പണിക്ക് നമ്മൾ കൈവിട്ട് പോകരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടുക്കി പിടിക്കുകയാണെങ്കിൽ അവിടെ വെച്ചിരുന്നത് പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോകും. പിന്നെ അതിനൊരു ഭയങ്കര പുകചൊവയായിരിക്കും, നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അധികം സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ റാഗി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതൊരു കുറുകി വരുന്തോറും ഒരു ബ്രൗണിഷ് പർപ്പിൾ കളറാകും. ഒരു പർപ്പിളും ബ്രൗണും ഒക്കെ കൂടി ചേർന്നൊരു കളറായിട്ട് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരും വരെ നമ്മളിങ്ങനെ കുറുക്കി കൊടുക്കണം. സാധാ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ റാഗിയുടെ കുറുക്കുണ്ടാക്കും പോലെ അത്രയ്ക്ക് കട്ടിയാക്കരുത്. ഇപ്പോൾ റാഗി കുറുക്കി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് കൈവിട്ട് കൊടുത്തിട്ട് ആ തിള വരുമ്പോൾ പിന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിക്കുക. തീ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളയ്ക്കും വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് റാഗി കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാഗി വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ കുക്ക് ചെയ്യണം എന്നില്ല. പക്ഷേ അതിനേലുമൊക്കെ ടേസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതിനാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പാലും ഡേറ്റ്സും കൂടി ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത്ര ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഡേറ്റ്സിൻ്റെ പീസ് ചെറുതായിട്ട് അതിലുണ്ട്. അത് നമ്മൾ ഈ കുറുക്കിയ റാഗിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളുടെ പാലും അതുമാതിരി റാഗിയുടെ മിക്സും എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക.
ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. പക്ഷേ അധികം നമ്മൾ കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളൊരു കുറുക്ക് പോലെയല്ല കഴിക്കണത്. ഇത് ശരിക്കും നമ്മൾ കഴിക്കണത് ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ അധികം കുറുക്കി വരണ്ട. ഞാനിപ്പോൾ ആ മിക്സിയിൽ കുറച്ച് ഡേറ്റ്സിൻ്റെ പീസസ് ഇരുന്ന് അപ്പോൾ അതും കൂടി തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊരു 4-5 പ്രാവശ്യം വന്ന് ഇളക്കി അങ്ങനെ തിളപ്പിച്ചെടുക്കണം നമ്മൾ. ഇതാദ്യം നമ്മൾ സ്പൂണൊന്നും എടുത്ത് മാറ്റിയിട്ട് കുറച്ച് സമയം അതൊന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 4 പ്രാവശ്യമൊക്കെ ഒന്ന് തിളച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൽ പാട കിട്ടരുത്. പാലിങ്ങനെ കുറേ സമയം ഇരുന്ന് തിളച്ച് പിന്നെ ഇത് അധികം കുറുകി പോരുത്. അധികം കുറുകി കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ആ ഒരു ലൂസിൽ തന്നെ കുടിക്കാനാണ് ടേസ്റ്റ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങ് കുറുക്കി കളയരുത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ റാഗിയുടെ ഡ്രിങ്ക് ഫൈനൽ സ്റ്റേജിലാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുത്ത ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ഉപയോഗിക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതും അതുമാതിരി കുറച്ച് മാതള നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 3 ഗ്ലാസ് ഉണ്ടാവും ചെറിയ ഗ്ലാസ്സിന്. വലിയ ഗ്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഒരു 2-1.5 ഗ്ലാസ്സൊക്കെ കാണും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, പാലിൻ്റെയും റാഗിയുടെയും. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ക്ഷീണമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. പിന്നെ ഇത് നല്ല ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഷുഗറൊന്നും ചേർക്കുന്നില്ല. ആ ഡേറ്റ്സിൻ്റെ ആ മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗിയുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും പിന്നെ ഇടനേരങ്ങളിലും കഴിക്കാവുന്നതാണ്. നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.